നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം. ദീപം 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 ഒരാളെ നായി കടിച്ചു. ആദ്യം അയാൾ അത് കാര്യമാക്കിയില്ല. ആശുപത്രിയിൽ ചികിത്സ തേടിയതുമില്ല. ദിവസങ്ങൾ കഴിഞ്ഞു. അവശനായപ്പോൾ ആശുപത്രിയിൽ പോയി. പരിശോധിച്ച ഡോക്ടർ പറഞ്ഞു, നിങ്ങളെ കടിച്ചത് പേപ്പട്ടിയാണെന്ന് സംശയമുണ്ട്. ദിവസങ്ങൾ കഴിഞ്ഞതുകൊണ്ട് സ്ഥിതി ഗുരുതരമാണ്. ഇത് കേട്ടയുടനെ അയാളോട് കടലാസ് എടുത്ത് കാര്യമായി എന്തോ കുറിക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ ഡോക്ടർക്ക് വിഷമം തോന്നി. നിങ്ങളിപ്പോഴേ വിൽപത്രം എഴുതുകയാണോ? ഇപ്പോഴതിൻ്റെ ആവശ്യമില്ല. ഡോക്ടർ അയാളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ആര് പറഞ്ഞു ഞാൻ വിൽപത്രം എഴുതുകയാണെന്ന്? ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അതിനു മുമ്പ് ചെയ്തു തീർക്കാൻ ചിലതുണ്ട്. എൻ്റെ ശത്രുക്കളുടെ ലിസ്റ്റാണ് ഞാൻ തയ്യാറാക്കുന്നത്. മരിക്കും മുമ്പ് എനിക്കവരെ കടിച്ച് പ്രതികാരം വീട്ടണം. ഇതുപോലെ ചിലർ നമുക്ക് ചുറ്റുമുണ്ട്. നിസ്സാര കാര്യത്തിന് മറ്റുള്ളവരെ വെറുത്തും ശപിച്ചും കഴിയുന്നവർ. ഈ ഭൂമിയിൽ നമുക്ക് അല്പസമയമേ ഈശ്വരൻ തന്നിട്ടുള്ളൂ. അത് നമ്മൾ പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും ആശ്വസിപ്പിച്ചും സന്തോഷപൂർവ്വം പങ്കുവയ്ക്കണം. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ പ്രശ്നോത്തര രത്നമാലിക ആലപിക്കുന്നത് കേൾക്കാം. ककुलकमलदिनेशः सतिगुणविभवेऽपि यो नम्रः सतिगुणविभवेऽपि यो नम्रः कस्य वशे जगदेतद् कस्य वशे जगदेतद् प्रियहितवचनस्य धर्मनिरतस्य പ്രിയഹിതവചനസ്യ ധർമ്മനിരതസ്യ. അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. ശങ്കരാചാര്യരുടെ പ്രശ്നോത്തര രത്നമാലികയിലെ 65-ാം ചോദ്യം കുലമാകുന്ന കമലത്തെ ഉണർത്തുന്ന ദിനേശൻ ആരാണ് എന്നാണ്. ഈ ജഗത്തിനെ ആരാണ് വശീകരിക്കുന്നത് എന്നാണ് അടുത്ത ചോദ്യം. ഈ രണ്ട് ചോദ്യങ്ങൾക്കും ആചാര്യൻ നൽകുന്ന മറുപടിയെ വ്യാഖ്യാനിക്കുകയാണ് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രശ്നോത്തര രത്നമാലികയിൽ 26 ശ്ലോകങ്ങളാണ് ശ്രദ്ധിച്ചത്. വിദ്വജ്ജനങ്ങളാൽ വിദ്വാൻമാരാൽ പൂജിക്കപ്പെടുന്നവനാര്? സ്വഭാവതഃ വിനീതൻ,
സർവദാ വിനീതൻ, എപ്പോഴും സ്വഭാവത്താൽ തന്നെ വിനീതനായവൻ വിദ്വാൻമാരാൽ പൂജിക്കപ്പെടുന്നു എന്ന് പറഞ്ഞു. തുടർന്ന് കക്കുല കമല ദിനേശ സതിഗുണവിഭവേ പിയോ നമ്രഃ കസ്യ വശേ ജഗദേതദ് പ്രിയഹിതവചനസ്യ ധർമ്മനിരതസ്യ. കക്കുലകമലദിനേശ സതിഗുണവിഭവേ പിയോ നമ്രഃ കസ്യ വശേ ജഗദേതദ് പ്രിയഹിതവചനസ്യ ധർമ്മനിരതസ്യ. കഹ കുലകമലദിനേശഃ. കുലകമലദിനേശൻ ആരാണ്? കുലം എന്നുള്ളത് സാമാന്യമായി ലൗകികമായ അർത്ഥത്തിൽ പ്രത്യേകതരം തൊഴിൽ ചെയ്ത് പോരുന്ന ഒരു സമാജമാണ് ഒരു കുലമായി തീരുന്നത്. ഏതെങ്കിലും ഒരു പ്രത്യേക തൊഴിൽ മേഖലയിൽ വ്യാപരിക്കുന്ന സമാന വ്യാപാരയുക്തരായ ഒരു സമാജം, അതാണ് കുലം. ആ കുലത്തിലെ അംഗങ്ങൾ അതേ തൊഴിൽ ചെയ്ത് കുലത്തൊഴിൽ ചെയ്ത് പോരുന്നു. അങ്ങനെ എല്ലാവരും കുലവൃത്തിയിൽ കഴിയുമ്പോൾ മുതിർന്നവരുടെ അരിക നിന്ന് കണ്ട് ചെറുപ്പത്തിൽ തന്നെ അതത് കുലത്തൊഴിലിൽ പ്രാഗൽഭ്യം നേടാൻ കഴിയുന്നു. അങ്ങനെയാണ് വാസ്തവത്തിൽ വളരെ വലിയ വലിയ ശില്പികളും ചിത്രകാരന്മാരും മറ്റ് ആഭരണ നിർമ്മാതാക്കളും എന്ന് വേണ്ട വ്യത്യസ്തങ്ങളായ സർഗശേഷികൾ ആവശ്യമുള്ള മേഖലകളിൽ അത്യന്ത പ്രഗത്ഭന്മാർ രൂപപ്പെട്ടത് ഈ കുലവ്യവസ്ഥ കൊണ്ടാണ്. കാരണം കൊച്ചുനാളിലേ അച്ഛൻ്റെ അരിക നിന്ന് കണ്ട് മനസ്സിലാക്കി അതിനെ പോഷിപ്പിക്കാൻ സാധിക്കുന്നു. ഇങ്ങനെ കുലത്തൊഴിലുകളുണ്ട്, കുലങ്ങളുണ്ട്. ഇനി കുലം എന്നുള്ളതിന് കുറച്ചുകൂടി ഉയർന്ന അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ കും ലാതി ഇതി കുലഃ എന്ന് പറയാം. കു ശബ്ദത്തിന് ഭൂമി എന്നർത്ഥം. ഭൂമി, സമൂഹം. അപ്പോൾ ഭൂമിയെ രക്ഷിക്കുന്നത്, ഈ സമൂഹത്തെ മുഴുവൻ രക്ഷിക്കുന്നത് അത് കുലമാണ്. ഈ അർത്ഥത്തിലാണ് കൗളം തുടങ്ങിയ ശബ്ദപ്രയോഗങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ കുലമാകുന്ന കമലത്തിന്, താമരയ്ക്ക് ദിനേശനായവൻ. ദിനേശൻ, ദിനത്തിൻ്റെ ഈശൻ സൂര്യൻ. സൂര്യോദയത്തിൽ താമര വിടരുന്നു. അപ്പോൾ താമരയെ വിടർത്തുന്നത്, താമരയ്ക്ക് വിടരാൻ പ്രേരണ കൊടുക്കുന്നത് സൂര്യനാണ്. അഥവാ സൂര്യ സാന്നിധ്യത്തിൽ താമര വിടരുന്നു. അതുപോലെ കുലമാകുന്ന കമലം, അതിനെ വിടർത്തുന്നത് ആര്? ആ ദിനേശൻ ആരാണ്? ഇതാണ് ചോദ്യം. മറുപടി സതി ഗുണവിഭവേ അപി യോ നമ്രഃ. ഗുണങ്ങളും വിഭവങ്ങളും ധാരാളമുണ്ടായിരിക്കെ തന്നെ നമ്രതയോടൊത്തവൻ. സകല വിഭവങ്ങളുണ്ട്. സാമ്പത്തിക ശേഷി, വിദ്യാഭ്യാസപരമായി ഉയർന്ന അവസ്ഥ, അങ്ങേയറ്റത്തെ സമ്പത്ത്, അതിനനുസൃതമായി എല്ലാ മഹിമകളും, ഇങ്ങനെ എല്ലാ വിഭവങ്ങളും ഉണ്ടായിരിക്കെ, സതിവിഭവേ, എല്ലാ വിഭവങ്ങളും ഉണ്ടായിരിക്കെ യോ നമ്രഃ, നമ്രനായിരിക്കുന്നവൻ, വിനയഭാവത്തോടൊത്തവൻ, വിനീതഭാവത്തോടൊത്തവൻ, അയാളാണ് കുലമാകുന്ന കമലത്തിനെ വിടർത്തുന്നത്. താത്പര്യം എല്ലാതരം സമ്പദ് ഐശ്വര്യങ്ങളും ഉണ്ടാകണം, വിഭവങ്ങൾ ഉണ്ടാവണം, അത് നിർബന്ധമാണ്. അത്തരം വിഭവങ്ങൾ ഉള്ള അവസ്ഥയിലും വിനയഭാവം, നമ്രത കൈമുതലായി വേണം. അങ്ങനെയുള്ള മഹാന്മാരാണ് ഓരോ കുലത്തിൻ്റെയും പ്രസിദ്ധിയെ വർദ്ധിപ്പിക്കുന്നത്, കുലത്തെ നിലനിർത്തുന്നത്, കുലത്തെ വികസിതമാക്കി തീർക്കുന്നത്. അതുപോലെ അടുത്ത ചോദ്യം, കസ്യവശേ ജഗതേതത്. ഈ ജഗത്ത് ആരുടെ വശത്തിലാണ്? ആരാണ് ഈ ജഗത്തിനെ വശീകരിക്കുന്നത്? മറുപടി പ്രിയഹിതവചനസ്യ ധർമ്മനിരതസ്യ. പ്രിയവും ഹിതവുമായ വാക്ക് പറയുന്ന ആൾ, ധർമ്മനിരതനായ ആൾ, ഇങ്ങനെയുള്ള ആളുടെ വശത്തിലാണ് ഈ ജഗത്ത് നിലകൊള്ളുന്നത്. അപ്പോൾ പ്രിയമായി സംസാരിക്കുക പോരാ, ആ പറയുന്നത് ഹിതവുമായിരിക്കുക. അങ്ങനെ പ്രിയഹിതം സംസാരിക്കുകയും ധർമ്മനിരതനായിരിക്കുകയും ചെയ്യുന്ന വ്യക്തിയുടെ വശത്തിലായിരിക്കും ജഗത്ത്. വാസ്തവത്തിൽ
ഈ ആശയം ഇവിടെ ആവർത്തിച്ചു കഴിഞ്ഞു പല പ്രാവശ്യം. ശാങ്കരകൃതികളുടെ കൂട്ടത്തിൽ പറയപ്പെടുന്നതാണ് ഈ പ്രശ്നോത്തര രത്നമാലിക. ശങ്കരാചാര്യസ്വാമികളുടെ കൃതികളുടെ കൂട്ടത്തിൽ പരിഗണിക്കപ്പെടുന്നതാണ്. പക്ഷെ അതേ സമയത്ത് ഭഗവാൻ ഭാഷ്യകാരൻ ആദിശങ്കരാചാര്യസ്വാമികളാണോ ഇത് എഴുതിയത് എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയാനാണ് തോന്നുക. കാരണം ഭാഷയുടെ സൗന്ദര്യ വിഷയം നോക്കിയാലും അതുപോലെ തന്നെ പ്രതിപാദനത്തിൻ്റെ സൗന്ദര്യമുണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇതിൽ തന്നെ പല ആവർത്തനങ്ങൾ വരുന്നു. ഭഗവാൻ ഭാഷ്യകാരൻ്റെ രചനയിൽ അങ്ങനെ ആവർത്തനങ്ങളൊന്നും കാണാൻ പറ്റില്ല. അതിനൊരു പ്രത്യേക വശ്യമായ സൗന്ദര്യമാണ്. മാത്രമല്ല ഇനി വേറെയും ചില കാരണങ്ങൾ നമുക്ക് പിന്നീട് ചിന്തിക്കാനുണ്ട്. അത് യഥാസമയം പറയാം. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാവുന്നത് ഇത് ശങ്കരകൃതികളെന്ന് പറയുന്നതിൽ യാതൊരു വിരോധവും ഇല്ല. കാരണം ഭഗവാൻ ഭാഷ്യകാരന് ആദിശങ്കരാചാര്യ ഭഗവത്പാദങ്ങൾക്ക് ശേഷം 4 മഠങ്ങളിലുമായിട്ട് മഠാന്യായമനുസരിച്ച് സംസ്ഥാപിതമായ മഠങ്ങളിൽ തന്നെ എത്ര ദശം ശങ്കരാചാര്യന്മാർ വന്നു. അപ്പോൾ 4 മഠങ്ങളിലും കൂടി എത്ര ശതം ശങ്കരാചാര്യന്മാരുണ്ട്. അവരെല്ലാം ഉപാസകന്മാരും തത്വജ്ഞാനികളും പരാഭക്തന്മാരും പരമജ്ഞാനികളും ഒക്കെയായ ശങ്കരാചാര്യന്മാർ ആ കൂട്ടത്തിലുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ശാങ്കരകൃതികളെന്ന് പറയപ്പെടുന്ന പലതും അത്തരം ശങ്കരാചാര്യന്മാരുടെ സംഭാവനകളും അതിൽ കണ്ടേക്കാം. കൂട്ടിച്ചേർക്കലുകൾ വന്നിട്ടുണ്ടാവാം, ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇരുന്ന് ശാങ്കരകൃതികളെ പരിഗണിക്കുന്ന നമുക്ക് ആശാസ്യമായിട്ടുള്ളത് തലമുറകളായി ശാങ്കരകൃതികളെന്ന് പറയപ്പെടുന്നതിനെ അപ്രകാരം സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തലമുറകളായി ഇതൊക്കെ ശാങ്കരകൃതികളാണ് എന്ന് പറഞ്ഞ് പോന്നിട്ടുള്ളതിനെ നമുക്ക് അപ്രകാരം സ്വീകരിക്കാം. അവയിലുള്ള ഏതെങ്കിലും ആശയം ഭാഷ്യത്തിന് വിരുദ്ധമാണെങ്കിൽ നമുക്ക് സ്വീകരിക്കാൻ ഒക്കില്ല. കാരണം ഭഗവാൻ ഭാഷ്യകാരനെ പ്രഥമമായി നമ്മൾ കാണുന്നത് ഭാഷ്യങ്ങളിലൂടെയാണ്, പ്രസ്ഥാനത്രയ ഭാഷ്യങ്ങളിലൂടെ. അപ്പം ഭാഷ്യവിരുദ്ധമായിട്ടൊരാശയം കണ്ടാൽ സ്വീകരിക്കാൻ സാധിക്കില്ല. ഇതിൽ വിരുദ്ധതയൊന്നും നമുക്ക് പറയാനില്ല. പക്ഷേ രചനാ ശൈലി നോക്കിയാലും പ്രതിപാദ്യ വിഷയങ്ങളെ നോക്കിയാലും പ്രതിപാദന രീതിയെ നോക്കിയാലും തീർച്ചയായിട്ടും പിന്നീട് വന്ന ഏതെങ്കിലും ശങ്കരാചാര്യന്മാരൊക്കെ ആയിരിക്കാം എഴുതിയിട്ടുണ്ടാവുക. ഇപ്രകാരം ഊഹിക്കുന്നതിന് വേറെയും ചില കാരണങ്ങളുണ്ട്. അവ നമുക്ക് യഥാസമയം ചിന്തിക്കാം. ഏതായാലും ഇവിടെ പറയുന്നത് ഈ ജഗത്ത് മുഴുവൻ ആരുടെ വശത്തിലാണ്? പ്രിയഹിത വചനം ചെയ്യുന്ന ആളുടെ ധർമ്മനിരതൻ്റെ, ധർമ്മത്തിൽ തന്നെ നിതരാം പൂർണ്ണമായി താത്പര്യത്തോടൊത്തവൻ, സദാ ധർമ്മപാലനം ചെയ്യുന്നവൻ, അങ്ങനെ ആളുടെ വശമാണ് ഈ ലോകം. ഇത് ആവർത്തനമാണ്. ഏതായാലും തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. വിവാഹിതയായ സഹോദരി ദേവകിയെയും ഭർത്താവിനെയും അളവറ്റ ധനങ്ങൾ നൽകി രഥത്തിൽ കയറ്റി അയക്കാൻ നേരം അശരീരി കേട്ട കംസൻ സ്തബ്ധനായി. ഭഗവാന്റെ പിറവി വിവരിക്കുന്ന ഭാഗവതത്തിലെ സന്ദർഭമാണ് ഇന്ന് സനാതനധർമ്മത്തിൽ സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ വിവരിക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ പ്രണാമം. നമ്മുടെ കഥയുടെ ഏറ്റവും പ്രാധാന്യത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വരാൻ പോകുന്ന ഭാഗങ്ങളൊക്കെ എത്രയധികം നമ്മുടെ ഹൃദയത്തിൽ സ്പർശിക്കുന്നതാണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. കേൾക്കുന്തോറും അത് ഉപദേശമാണ്. ആ ഉപദേശങ്ങളൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നിക്കും. ഇവിടെ ഇപ്പോൾ പറയാൻ പോകുന്നത് തസ്യാന്തുഗർഹജിത് ശൗരിർ വസുദേവ ഹൃദോദ്ഭഗ ദേവക്യ സൂര്യാസാർദ്ധം പ്രയാണേ രഥമാരുഹത്. പറയാണ് തസ്യാന്തു, നേരത്തെ പറഞ്ഞിരിക്കുന്ന ആ പുരിയിലാകട്ടെ, കർഹിജിത്ത് ഒരിക്കൽ ശൗരി ശൂരസേനൻ്റെ പുത്രനായ വസുദേവൻ ഹൃദോദ്ഭഗ കല്യാണം ചെയ്തവനായിട്ട് സൂര്യ നവോഢയായിരിക്കുന്ന പത്നിയോടുകൂടി സ്ത്രീയോടുകൂടി, പുതുപ്പെണ്ണെന്നുള്ള അർത്ഥമാണ് അവിടെ സൂര്യ എന്ന് പറയുന്നത്. നവോഢ എന്ന് പറഞ്ഞാൽ പുതുപ്പെണ്ണ് മലയാളത്തിൽ പറയുമ്പോൾ. ദേവക്യാസാർത്ഥം ദേവികയോടുകൂടി പ്രയാണേ യാത്രയിൽ രഥം തേരിനെ ആരുഹത് കരേറി. മധുരാപുരിയിൽ ശൂരസേനൻ്റെ പുത്രനായിരിക്കുന്ന
വസുദേവൻ ദേവകി എന്ന പേരായ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു എന്നാണ് പറയുന്നത്. ഭാര്യയോടുകൂടി തൻ്റെ വാസസ്ഥലത്തേക്ക് പോവാൻ വേണ്ടി തേരിൽ കയറിയ സമയത്ത് ഉഗ്രസേന സുതകംസം കംസഃ സ്വസുപ്രിയ ചികീർഷയ രശ്മീൻ ഹയാനം ജഗ്രാഹ രൗക്മൈ രഥശതൈർവൃതഃ. ഉഗ്രസേനൻ്റെ സുതൻ പുത്രനായ കംസഃ കംസൻ സ്വസുഖ് സഹോദരിയുടെ പ്രിയ ചികീർഷയ ഇഷ്ടത്തെ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയവനെയാണ് പ്രിയ ചികീർഷൻ എന്ന് പറയുന്നത്. ആരാണ് പ്രിയത്തെ ചെയ്യാൻ പോകുന്നത് എന്ന് മനസ്സിൽ ഓർത്ത് വെച്ചോണം. ആരാ? കംസനാണ്. ആർക്ക് ചെയ്യാൻ പോകുന്നു? സഹോദരിക്ക്. അപ്പോൾ പ്രിയ ഇഷ്ടത്തെ ചെയ്യണമെന്നുള്ള താല്പര്യത്തോടു കൂടിയ കംസൻ രൗക്മി സ്വർണമയങ്ങളായ രഥശതൈഹി അനേകം തേരുകളാൽ വൃതഃ ചുറ്റപ്പെട്ടവനായിട്ട് ഹയാനം കുതിരകളുടെ രശ്മീൻ കടിഞ്ഞാണുകളെ ജഗ്രാഹ പിടിച്ചു. അപ്പം സഹോദരിയെയും സഹോദരിയുടെ ഭർത്താവിനെയും ഒരു രഥത്തിലിരുത്തി അതിൻ്റെ കടിഞ്ഞാണ് ആരുടെയിലായി? നമ്മുടെ കംസൻ്റെ കൈയായി, ദേവകിയുടെ സഹോദരൻ്റെ കയ്യിലായി. ചതുശതം പാരിബർഘം ഗജാനാം ഹേമമാലിനാം അശ്വാനാമയുധം സാർദ്ധം രഥാനാം ച തൃഷ്ടശതം പറയുകയാണ്. ഹേമമാലിനാം സ്വർണാലങ്കാരമുള്ള ഗജാനാം ആനകളും ചതുശതം 400 അശ്വാനം കുതിരകൾ 400 കുതിരകളും സാർദ്ധം അയുധം 15,000 സാർദ്ധമയുധം എന്ന് പറഞ്ഞാൽ രഥാനാം തേരുകളോട് തൃഷ്ടശതം 1800 പാരിബർഘം സ്ത്രീധനം ഇത്രത്തോടു കൂടിയ സ്വർണ്ണാഭരണാദികളെല്ലാം ഇത്രത്തോടു കൂടിയാണ് തൻ്റെ സഹോദരിയുടെ വിവാഹം നടത്തിയിരിക്കുന്നതെന്നർത്ഥം. ഇതിനർത്ഥം കുറച്ചൊക്കെ വർണ്ണിക്കുന്നുണ്ട് അന്ന് കൊടുത്തിരിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളെന്നുള്ളത്. പതി പ്രഗ്രഹിണം കംസം ആഭാഷ്യം ആഹ ശരീരവാക് അസ്യാത്വാം അഷ്ടമോ ഗർഭോ ഹന്തായാം ഭഗസേ ബുധ പറയുകയാണ്. പതി പന്താവൽ മാർഗത്തിൽ പ്രഗ്രഹിണം കടിഞ്ഞാൻ പിടിച്ചിരിക്കുന്ന കംസനെ ആഭാഷ്യ സംബോധന ചെയ്തിട്ട് അശരീരവാക്ക് ആകാശവാണി അതാണ് അശരീരവാക്ക്. ആഹ പറഞ്ഞു. രഥത്തിൽ കയറി ഇവർ യാത്ര ചെയ്യുന്ന സമയത്ത് ആകാശത്തിൽ നിന്നൊരു അശരീരവാണി ഉണ്ടായി. അബുധ അറിവില്ലാത്തവനെ, എടാ ബോധമില്ലാത്തവനെ, യാം ഏതൊരുത്തിയെ ഭഗസെ നീ വഹിക്കുന്നോ അസ്യ ഇവളുടെ അഷ്ടമഹ 8ാമത്തെ ഗർഭം പുത്രൻ ത്വാം നിന്നെ ഹന്ത ഹനിക്കും, നിന്നെ കൊല്ലും, 8ാമത്തെ പുത്രൻ നിന്നെ കൊല്ലുമെന്ന് അശരീരവാക്കുണ്ടായി. ഇത്യുക്ത സകലപ്പാവോ ഭോജാനാം കുലപാംസന ഭഗിനീം ഹന്തുമാരപ്ത ഖഡ്ഗപാണി കജോഗ്രഹീത്. ഇപ്രകാരം പറയപ്പെട്ടവനും ഭോജന്മാരുടെ കുലപാംസന വംശത്തെ ദുഷിപ്പിക്കുന്നവനും ദുഷ്ടകർമ്മങ്ങളെ ദുഷ്ടകർമ്മങ്ങളെ നടത്തുന്നവനും ഖലഹ ദയയില്ലാത്തവനും ദയാഹീനനുമായ സാവൻ ഖഡ്ഗപാണി വാൾ കയ്യിലെടുത്തുകൊണ്ട് എന്തു ചെയ്തു? ഭഗിനിയും സഹോദരിയെ ഹന്തും ഹനിപ്പാനായിക്കൊണ്ട് കൊല്ലുന്നതിനായിക്കൊണ്ട് ആരംഭിച്ചവനായിട്ട് ഖജേ കേശപാശത്തിൽ അഗ്രഹീത് പിടിച്ചു. സഹോദരിയായിരിക്കുന്ന ദേവകിയുടെ മുടിയിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് തൻ്റെ വാളൂരി കൊല്ലുവാനായിട്ട് ഒരുങ്ങി എന്നാണ് സാരാംശം. അപ്പോൾ ഇത്രയും കൊണ്ട് നോക്കുക, നേരത്തെ രഥം ഓടിക്കാൻ തയ്യാറെടുത്ത ആളാണ്. തൻ്റെ സഹോദരിയെയും സഹോദരി ഭർത്താവിനെയും രക്ഷിക്കുക എന്നുള്ള ദൗത്യത്തോടുകൂടി തയ്യാറെടുത്ത ആളാണ്. ആ ആളാണ് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തിരിക്കുന്ന അശരീരവാക്ക് കേട്ടിട്ട് മുടിയെ കുത്തിപ്പിടിച്ച് രഥത്തിൽ നിന്ന് താഴെ വലിച്ചിട്ട് വെട്ടാനായിട്ട് വാളൊങ്ങി നിൽക്കുകയാണ്. തം ജുഗസ്ഥിതം കർമാണാം നൃശംസം നിരപത്രവം വസുദേവ മഹാഭാഗ ഉവാച പരിസ്വാന്തയൻ. നിന്ദ്യമായ ഈ കർമ്മത്തെ താല്പര്യപൂർവ്വം നിൽക്കുന്നവന്, ഇങ്ങനെ ഒരു സ്ത്രീയെ, അബലയായ ഒരു സ്ത്രീയെ കൊല്ലുവാനായിട്ട് ഒരുങ്ങുന്ന ഏറ്റവും നിന്ദ്യമായ കർമ്മമാണ്. അങ്ങനെ താല്പര്യപൂർവ്വം നിൽക്കുന്നവനും പിന്നെന്താണ്? നൃശംസം ക്രൂരനാണ്. ക്രൂരനും നിരപത്രവം ഒട്ടും ലജ്ജയില്ലാത്തവനുമാണ്. ആരുടെ മുമ്പേ ഒരു ലജ്ജയ്ക്ക് ഒരു ദാക്ഷിണ്യമില്ല. അങ്ങനെ ഇല്ലാത്തവനുമായ തം അവനെ പരിസ്വാന്തയൻ സമാധാനിപ്പിക്കുന്നത് കൊണ്ട് മഹായോഗ്യനായ വസുദേവൻ ഉവാച പറഞ്ഞു. ദേവകിയുടെ ഭർത്താവായിരിക്കുന്ന വസുദേവൻ ഇപ്രകാരം പറഞ്ഞു.
കൊല്ലാനോങ്ങി വാളുഓങ്ങി നിൽക്കുന്ന, നിലത്ത് കിടക്കുന്ന തൻ്റെ ഭാര്യയുടെ മുടിയിൽ കുത്തിപ്പിടിച്ചിരിക്കുന്ന കംസന് നേരെ സ്വാന്തനത്തോടു കൂടിയ വാക്കുകൾ പറഞ്ഞു എന്നുള്ളതാണ്, വസുദേവർ പറഞ്ഞു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. വസുദേവ വാച എന്ന് തുടങ്ങുന്നതാണ് അടുത്ത ശ്ലോകങ്ങൾ. വളരെ സ്പഷ്ടമായിട്ട് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും നമുക്ക് ഗ്രഹിക്കേണ്ടതുണ്ട്. ഏതൊക്കെ കാര്യങ്ങളാണ് വസുദേവരുടെ മുമ്പിൽ, വസുദേവർ കംസൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നതെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.